നമുക്കിപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു പൗരബോധമുള്ള നിയമ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള നീതിബോധമുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആശ്വസിക്കാവുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ മുറിപ്പെടുത്തിയ തെളിവുകളുള്ള ഒരു വിഷയത്തിൽ കുറ്റവാളികളാണെന്ന് തന്നെ വിധിക്കപ്പെട്ട ആളുകൾ കൂളായിട്ട് ഇറങ്ങിപ്പോവുകയും അവർക്ക് നോട്ടുമാല, ജണ്ട്, ലഡ്ഡു ഒക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുകയും അവർ ഹീറോയൊക്കെ ആവുകയും ചെയ്യുന്നത് നമ്മൾ ഈ നിയമവാഴ്ചയെക്കുറിച്ചുള്ള പ്രാഥമിക സങ്കല്പത്തിന് തന്നെ എതിരാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റമെങ്കിലും വന്നു എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കാണാമല്ലോ. തീർച്ചയായും നമ്മൾ നീതിയിലും ധർമ്മത്തിലും അതുപോലെ തന്നെ സമത്വത്തിലും എല്ലാം അധിഷ്ഠിതമായിട്ട് ഈ രാജ്യം രൂപം കൊണ്ടതിൻ്റെ 75ാം വാർഷികത്തിൻ്റെ അന്ന് ഇന്ത്യയുടെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല, ഭാരതീയർക്ക് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരു പാപക്കറയെ നിൽക്കുകയാണ്. ആ പാപക്കറ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നരാധമനായ മനുഷ്യത്വത്തിന് തന്നെ ഭീഷണിയായ ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളാണ്. അതിനെയാണ് ഇന്ന് സുപ്രീം കോടതി ആ പാപക്കറയാണ് ഇന്ന് കഴുകിക്കളഞ്ഞത്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയോട് ഫ്രോഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഫ്രോഡ് കാണിച്ചുകൊണ്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഷാവു പ്രസാദ് ഇവിടെ പലതവണ ഈ ഞങ്ങൾക്കെതിരായിട്ടുള്ള വിധിയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഈ ഏറ്റവും പൈശാചികമായിട്ടുള്ള നീചമായ കൃത്യത്തിൽ അതിൽ ഞങ്ങൾ ആ വേട്ടക്കാരോടൊപ്പമായിരുന്നു ഷാബു ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു മനുഷ്യത്വരഹിതമായ ഒരു കുറ്റകൃത്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയുമ്പോൾ കണ്ടീഷണലായിട്ട് അല്ലാണ്ട് അൺകണ്ടീഷണലായിട്ട് അവരെ പുറത്തുവിട്ട നടപടി തെറ്റായിരുന്നു, ഈ മാറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നായിരുന്നു പറയേണ്ടത്. പകരം അദ്ദേഹം പറയും ഞങ്ങൾക്കെതിരാണെങ്കിലും ആ വിധി അംഗീകരിക്കാൻ. അപ്പൊ റേപ്പിസ്റ്റുകളെ, ബലാത്സംഗികൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് BJP എന്ന് ഷാബു പ്രസാദ് ഇവിടെ ജനങ്ങളോട് ഒരു ഉളുപ്പും ഇല്ലാതെ തുറന്ന് പറയുകയാണ്. അത് തന്നെയാണ് സംഭവിച്ചത്.